ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേർക്കും ഒരു വീക്ക് ഡേ ഓഫായിരുന്നു. രാവിലെ എണീറ്റതും വെള്ളം കുടിക്കുക, അതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. പുറത്തെത്തി നോക്കിയപ്പോൾ സൂര്യനും വന്നിട്ടുണ്ട്, എന്നാൽ കുറച്ച് മഞ്ഞ് വീണിട്ടുണ്ട്. രാവിലെ എണീറ്റതും മൊബൈൽ നോക്കുന്ന ഒരു ശീല, അതൊരു ദുശീലം തന്നെയാണ്. എന്നാലും ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് കാണുന്നു പുട്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പുട്ടുണ്ടാക്കാൻ അങ്ങ് തീരുമാനിച്ചു. പുട്ടെന്ന് വെച്ചാൽ അത് പിന്നെ ചെമ്പാപ്പുട്ടാണ്. അതാണ് ഇവിടെ വന്നതിന് ശേഷം ഫേവറേറ്റ്. പിന്നെ പുട്ടുണ്ടാക്കാൻ തീരുമാനിച്ചാൽ അതിന് എന്ത് കൂട്ടി കഴിക്കുമെന്നുള്ളതാണ് അടുത്ത ഒരു ചർച്ച. പിന്നെ പുട്ട് തൊണ്ടേ കുടുങ്ങി ചാകാണ്ടിരിക്കാൻ കുടിക്കാനും കൂടി എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ പിന്നെ പാലും കൂടെ കാച്ചേക്കാന്ന് വിചാരിച്ചു. പുട്ടിനുള്ള തേങ്ങ അങ്ങ് റെഡിയായി. പിന്നെ നാട്ടിലെ പോലെ ചിരയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പിന്നെ പാക്കറ്റിൽ കിട്ടുന്ന അങ്ങ് ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അങ്ങ് സെറ്റായി. ഇവിടെ പിന്നെ കയ്യിൽ പുട്ടുകുറ്റിയൊന്നുമില്ല. പിന്നെ ചിരട്ടപ്പുട്ട് അത് ഞങ്ങൾ പണ്ടേ വിട്ട കേസാണ്. പിന്നെ അപ്പച്ചമ്പിലാകുമ്പോൾ ഒറ്റയടിക്ക് പരിപാടി അങ്ങ് സെറ്റാവും. കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും പോലെ പാല് കളിച്ചല്ലോ. നിങ്ങൾക്കൊക്കെ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് യുവർ എനർജി ആണെങ്കിലേ ഞങ്ങൾക്കൊക്കെ പാൽ ഇസ് ദ സീക്രട്ട് ഓഫ് അവർ എനർജി. പുട്ടുണ്ടാക്കണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതിന് എന്താ കഴിക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ചർച്ച. പിന്നെ പഴം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആഹാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പുട്ടിൻ്റെ ഒപ്പം പഴം എല്ലാവർക്കും ഇഷ്ടമാവോ? തലേന്ന് വെച്ച പയറുള്ളത് കൊണ്ട് പുട്ട് വെക്കാം എന്നുള്ള തീരുമാനത്തിനോട് ഞാൻ യോജിച്ചു. പുട്ട് റെഡിയായല്ലോ. ഇനി ഇത് എടുക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ പുട്ട് അങ്ങ് വെള്ളത്തിലാവും. എന്തായാലും ഇത്തവണ വെള്ളത്തിലൊന്നും ആയില്ലല്ലോ, എന്നാ പിന്നെ കഴിച്ചേക്കാം. അങ്ങനെ ഞങ്ങളുടെ പുട്ട് മോർണിംഗ് ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ജലധാര മുഴുവൻ പാത്രങ്ങളുണ്ടല്ലോ. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ.